കൊല്ലം പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളോട് ആശുപത്രി അധികൃതർ കാട്ടുന്നത് കടുത്ത അനാസ്ഥ. സ്പെഷ്യലൈസ്ഡ് വിഭാഗങ്ങളിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ രോഗികളെ മതിയായ ചികിത്സ നൽകാതെയാണ് മടക്കി അയക്കുന്നത്. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് സ്കാനിംഗ് നടത്താൻ സ്വകാര്യ സെന്ററുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ശുചിമുറി പോലും ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. സാധാരണക്കാരായ ആയിരക്കണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയാണ് എനിക്ക് പുറകിൽ കാണുന്ന കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. എന്നാൽ ഇന്ന് ഈ ആശുപത്രി ഒരു റഫറൽ ആശുപത്രിയായി മാറിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. സ്കാനിംഗ് തൊട്ട് മറ്റെല്ലാ ചികിത്സകളും ഇവിടെ ലഭ്യമാകുന്നില്ല എന്നൊരു ആരോപണവും നിലവിലുണ്ട്. ന്യൂസ് മലയാളം പരിശോധിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏതൊക്കെ OP പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ആദ്യം അന്വേഷിച്ചത്. ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി എന്നീ വിഭാഗങ്ങളില്ല. കാർഡിയോളജി ആഴ്ചയിൽ 2 ദിവസം, നെഫ്രോളജിയും 1 ദിവസം. പിന്നീട് അത്യാഹിത വിഭാഗത്തിലേക്ക് കടുത്ത വയറുവേദനയുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടറെ സമീപിച്ചു. സ്റ്റോണിൻ്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്കാനിംഗ് നിർദ്ദേശിച്ചു. പക്ഷേ 1 മണിക്ക് ശേഷം സ്കാനിംഗ് ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. സ്കാനിങ്ങിന് നിർദ്ദേശിച്ച കുറിപ്പുമായി സെൻറ്ററിലെത്തിയപ്പോൾ അടുത്ത മാസം 16-ന് ചെയ്യാമെന്ന് മറുപടി. സ്കാനിങ് ഇവിടെ 1 മണി വരെ ഉള്ളെങ്കിൽ ഞാൻ പുറത്തുനിന്നെടുത്തുതരാം. നോ പ്രോബ്ലം, പ്രശ്നമില്ല. അതല്ല ഇവിടെ സാധിച്ചു തരാൻ പറ്റിയെങ്കിൽ ഉപകാരമല്ല. മാഡം എത്ര മണി വരെ ഉണ്ട് സ്കാനിങ്? 2 മണി വരെ ഉള്ളൂ അല്ലേ? അടുത്ത മാസം 11-ാം തീയതിയാണേ. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ ആശുപത്രിയെ പ്രത്യേകിച്ച് അവിടെ ആശ്രയിക്കുകയാണെങ്കിൽ അവിടെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ രോഗികൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാർഡിയോളജി വിഭാഗത്തിൽ ഒരാളെ പ്രവേശിപ്പിച്ചാൽ അത് കാർഡിയോളജി വിഭാഗത്തിൽ ഒരു സംവിധാനവും അവിടെ നിലവിലില്ല. അവർ ഉടനെ ജനറൽ മെഡിസിനിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞാൽ അവിടെ സ്കാനിങ് സംവിധാനങ്ങളില്ല. അത് CT സ്കാൻ ആയാലും ശരി തന്നെ, അല്ലാത്ത സ്കാനിങ് ആണെങ്കിലും ശരി തന്നെ. 1 മണി കഴിഞ്ഞാൽ അവിടെ ഒരു സംവിധാനവും ആരോഗ്യ വിഭാഗത്തിൻ്റെ നടക്കുന്നില്ല. അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം, അതുപോലെ തന്നെ പുരുഷന്മാരുടെ ബാത്റൂം ആണെങ്കിൽ അവിടെ അടച്ചിട്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ബാത്റൂമിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ പുരുഷന്മാരും പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മൂത്രപ്പുരയുടെ അടിസ്ഥാന സൗകര്യം പോലും കൃത്യമായി നടപ്പിലാക്കുവാൻ ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന പ്രഖ്യാപനവുമായാണ് സംസ്ഥാന സർക്കാർ ESI കോർപ്പറേഷനിൽ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്തത്. ഇന്ന് ഈ ആശുപത്രി ഒരു റഫറൽ ആശുപത്രി മാത്രമാണെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ക്യാമറ പേഴ്സൺ വിജീഷിനൊപ്പം ഷമീർ, ന്യൂസ് മലയാളം, കൊല്ലം.